ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പ് ഇതൊരു പുതിയ ചാനലാണ്, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഫ്രണ്ട്സ്. അങ്ങനെ ജലജ മാല മോഷ്ടിച്ചത് കനകയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് കണ്ടെത്തുകയാണ് നയനയും നവ്യയും. ജലജ അത് ചെയ്യുമെന്ന് ഉറപ്പുള്ളതിനാൽ നയന ജലജയ്ക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അത് മൊബൈലിൽ പകർത്തിയതും നയന തന്നെയാണ്. അത് നവ്യയും നയനയും ജലജയെ അറിയിച്ച് ഇനി മേലിലും ഇത് ആവർത്തിക്കരുതെന്ന് വാൺ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇത് മനസ്സിലാക്കിയ കനക റൂമിൽ ചെന്ന് ജലജയുടെ കരണം പുകച്ചൊന്ന് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് നയന അനിയുടെ അടുത്ത് ചെന്ന് എല്ലാ സത്യം തുറന്നു പറയുകയാണ്. ശരിക്കും അനാമികയുമായുള്ള ബന്ധം നടക്കാനുള്ള പൂജ വിജയമായിരുന്നില്ലെന്നും നെല്ല് മുളച്ചില്ല എന്നും അപ്പച്ചി അതിലെന്തോ ചെയ്തെന്നും പിന്നീട് നയന പുറത്തുനിന്ന് കുറേ പുല്ല് കൊണ്ടുവച്ച് കള്ളത്തരം കാട്ടിയതാണെന്നും അനിയോട് തുറന്നു പറയുകയാണ്. അപ്പോൾ മാല കിട്ടാത്തതിൽ അനി സന്തോഷിച്ചു അല്ലേ എന്ന് നയന ചോദിക്കുകയാണ്. ഈ വിവാഹം മുടങ്ങുമെന്ന് കരുതി സന്തോഷിച്ചിരുന്നതല്ലേ എന്ന് അനിയോട് ചോദിക്കുമ്പോൾ അനി പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല നയനേടത്തി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നെല്ല് മുളയ്ക്കാൻ വേണ്ടി നയന ചെയ്ത കള്ളത്തരം കേട്ട് എട്ടിപ്പോവുകയാണ് അനി. അപ്പോൾ അനാമികയുമായുള്ള കല്യാണം ആ നെല്ല് മുളച്ചത് കൊണ്ടാണ് മുത്തച്ഛൻ അംഗീകരിച്ചതെന്നും അല്ലായിരുന്നെങ്കിൽ അവർക്ക് വാക്കുകൊടുത്ത മൂർത്തിസാർ തന്നെ അതിന് നോ പറഞ്ഞേനെ എന്ന് അനി ഇങ്ങനെ ചിന്തിക്കുകയാണ്. ആ സാഹചര്യം നയന ഒഴിവാക്കുകയാണ് ചെയ്തത്. പിന്നീട് വന്നു ചേർന്ന എല്ലാ തടസ്സങ്ങളും ഒഴിഞ്ഞ സ്ഥിതിക്ക് ഈ കല്യാണം നടക്കണമെന്നും നന്ദു ഒരിക്കലും ഒരു തടസ്സമായി നിങ്ങളുടെ ഇടയിലേക്ക് ഉണ്ടാകാൻ പാടില്ലെന്ന് നയന പറയുമ്പോൾ എന്തായാലും അനാമികയുമായുള്ള ബന്ധം ഉറപ്പിച്ചു. ദൈവത്തിന് നിരക്കാത്തതൊന്നും ഇനി ചെയ്യില്ലെന്നും അതിൽ നിന്നും ഒരു കാരണവശാലും ഞാൻ പിന്മാറില്ലെന്നും അനി നയനയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. പിന്നീട് ജലജ അഭിയോട് മറ്റൊരു രഹസ്യം വെളിപ്പെടുത്തുകയാണ്. എന്തായാലും നാണം കെടാനുള്ളത് നാണം കിട്ടും. ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കനകയ്ക്കെതിരെയും മക്കൾക്കെതിരെയും ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തങ്ങൾക്ക് തന്നെ ദോഷമായി വരുന്നത് കൊണ്ട് ജലജ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അത് പരാജയപ്പെട്ടപ്പോൾ അഭി ജലജയെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ജലജ പറയുകയാണ്, സ്വത്തിന് വേണ്ടിയും നമുക്ക് കിട്ടാനുള്ള അവകാശത്തിന് വേണ്ടിയുമാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ജലജ മറ്റൊരു രഹസ്യം കൂടി അഭിയോട് തുറന്നു പറയുകയാണ്. ജലജ ശരിക്കും മൂർത്തി സാറിൻ്റെയും വസുന്ധരയുടെയും മകളല്ലെന്നും എന്നെ എടുത്തു വളർത്തിയതാണെന്നും അതുകൊണ്ട് ഏതു നിമിഷവും എല്ലാം നഷ്ടപ്പെട്ട് ഇറങ്ങേണ്ടി വരുമെന്നും പറയുകയാണ്. അപ്പോൾ അതിനു മുമ്പ് എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണമെന്നും അഭിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ജലജ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. പറഞ്ഞതുപോലെ ഇതൊരു പുതിയ ചാനലായതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഫ്രണ്ട്സ്. നന്ദി, നമസ്കാരം.